guys, welcome back to my YouTube channel. എന്താണ് എൻ്റെ YouTube channel പേര് എന്താണ് പറ? Evelyn Vlogs. Yes, so welcome back to Evelyn Vlogs, okay? അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറമാൻ അല്ല ഗൈസ്. ഇന്ന് നമുക്ക് ആരാ? ക്യാമറ ഗേളുടെ പേരാണ് അൻവിത. അൻവിതക്ക് കുറെ പേരുണ്ട് ഗൈസ്. അൻവിത, അലൈന മരിയ, ചിഞ്ചാര. അപ്പൊ ഇന്ന് നമ്മുടെ ക്യാമറ ഗേളാണ് ചിഞ്ചാര കുട്ടി. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ വെറൈറ്റി നെല്ലിക്ക മത്തിക്കറിയാണ് ഗൈസ്. ക്യാമറമാൻ. അപ്പൊ നമുക്ക് മത്തിക്കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ? ഇച്ചിരി കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഇത് വെളുത്തുള്ളി, ഇഞ്ചി. ഇത് വെളുത്തുള്ളി ചതച്ചതാട്ടോ. ഇത് നമുക്ക് തേങ്ങേന്റെ കൂടെ അരക്കാൻ വേണ്ടി 4 അല്ലി വെളുത്തുള്ളി. ഇത് കുഞ്ഞുള്ളി ചതച്ചത്, ഒരു മുറി തേങ്ങ, ഇത് 5 നെല്ലിക്ക ചതച്ചെടുത്തത്, ഇത് നമ്മുടെ ഫ്രഷ് കഴുകി വെച്ച എന്താണ് മത്തി. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? സ്പെഷ്യൽ നെല്ലിക്ക മത്തിക്കറി. സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ മത്തിക്കറി ഇവിടെ റെഡി ആകാൻ പോവാണ്. അതിന് നമ്മൾ ഗ്യാസ് കത്തിക്കുക, പാത്രം ചൂടാക്കാൻ വെക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ട് എടാ ഇത് ഇങ്ങനെയൊന്നും അല്ലടാന്ന് നിങ്ങൾ പറയരുത്, ബിക്കോസ് ഞാനിത് എന്റേതായ ഒരു രീതിയിൽ പരീക്ഷണങ്ങൾ ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇങ്ങനെയൊന്നും അല്ലടാന്ന് പറഞ്ഞ് ആരും പറയരുത് ഗൈസ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പാത്രം ചൂടാവാൻ നമ്മൾ വെച്ചു. ഇതിലേക്ക് നമുക്ക് എന്ത് ഒഴിക്കണം ചിഞ്ചാരേ? Coconut oil. Very good. So let's add some coconut oil. എന്റെ ക്യാമറമാൻ സൂം ആക്കി എടുക്കുന്നുണ്ട്. പൊളി ക്യാമറമാൻ ആണ് ഗൈസ്. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് എന്തിടണം? കടുക് ഇട്ട് കഴിഞ്ഞിട്ടോ എന്തിടണം? ഉലുവ. സോ നമുക്ക് കടുകു വേറെന്താ ചിന്താരി വേണ്ടത്? ഉലുവ. വെരി ഗുഡ്. ഉലുവ, കടുക്, ഉലുവ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചിഞ്ചാരി സ്കൂളിൽ പോകുമ്പോൾ റെഡി ആയിട്ട് ഓട്ടോമാമനെ വിളിക്കുമ്പോൾ ഗൈസ് ചിഞ്ചാരിക്ക് സ്കൂളില്ലാന്ന് പറഞ്ഞത്. അവിടെ ചിഞ്ചാരി ഇങ്ങനെ നേരത്തെ എണീച്ച് ക്ലീൻ ആയില്ലേ? അപ്പൊ എണ്ണ നല്ല ചൂടായി വാങ്ങിക്കണം. നമുക്ക് അതിലേക്ക് എന്തിടണം? കടുക്. നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോ നമുക്ക് ഉലുവ ഇടാം. അതേ കടുകൊക്കെ പൊട്ടി നമുക്കിത് കുറച്ച് ഉലുവ ഇടാം. ഉലുവയും പൊട്ടാൻ തുടങ്ങി ഗൈസ്. നമുക്കിത് എടുത്തെടുത്ത് തിരിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഇച്ചിരി കറിവേപ്പില. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നതാണ് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും. അതും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നത് കാണിക്കാൻ സൂപ്പറായിട്ട് ഇങ്ങനെ വെള്ളക്ക. അതിനുശേഷം എന്തിടണം? ഉള്ളി. അതിനുശേഷം എന്തിടണം? സവാള എങ്ങനെ ചേർക്കരുത്? സവാള എങ്ങനെ ചേർക്കുക? അതിന്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തിടണം? ചതച്ച് വെച്ച 5 കഷ്ണം നെല്ലിക്ക നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി സെറ്റാക്കാം. ഒരു പിഞ്ച് നമുക്ക് ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഉപ്പിന്റെ അളവൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയത്തില്ല. ഒരു ഐഡിയ പോലെ അങ്ങ് എടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ഇളക്കി കൊടുത്ത ഒരു ഇച്ചിരി എണ്ണ കൂടി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് മാമിയുടെ സ്ഥിരം പണി കുക്കിംഗ് ആണ്.
മാമി വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി തരും അല്ലെ ചിഞ്ചാര? അപ്പൊ ഇത് ഒന്ന് നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്ക് അരവ് തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് ഗ്യാസിന്റെ തീ കുറച്ച് വെക്കാട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അരവ് തയ്യാറാക്കണം. അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാം, നമ്മള് ചിരകി വെച്ച തേങ്ങ എടുക്കാം. ആ തേങ്ങയിലേക്ക് ഗൈസ് അടുത്ത നമ്മൾ ഇടേണ്ട സാധനമാണ് ജീരകം. ജീരകത്തിന്റെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ കുറേ ജീരകം ഇടും. ജീരകം ഇട്ടാം പിടുത്തം പിടിക്കാം. ജീരകം, പിന്നെന്താ 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 2 3 4 5 കഷ്ണം പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, പിന്നെ നമ്മൾ ഇടാൻ പോകുന്നതാണ് കാണിച്ചു കൊടുക്കൂ. ശരിക്കും ഇതിൽ പച്ച കുരുമുളക് ഇടുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ പച്ച കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇടാൻ പോകുന്നതാണ് ഈ കുരുമുളക്. അപ്പൊ നമുക്ക് അതുകൂടി ഇച്ചിരി എരിഞ്ഞാലുള്ള സാരില്ല ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ജാർ എടുക്കുക, അരക്കുക. വെരി ഗുഡ്, എല്ലാം പഠിക്കുന്നുണ്ട് ഈ ചെറിയ പ്രായത്തിൽ എന്റെ കൂടെ കൂടിയിട്ട്. നമുക്ക് അരച്ചെടുക്കാം. ഇതിലാണ് നമ്മൾ അരക്കാൻ വന്നത്. നമ്മൾ നേരത്തെ കഴുകി വെച്ചതാണ്. ആരും എനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞ് വരരുത്. സോ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്റെ കൈയൊക്കെ ഞാൻ കഴുകിയതല്ലേ ചിഞ്ചാര കണ്ടായിരുന്നു ഞാൻ കഴുകുന്നതല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇത് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. അരച്ചതിന് മുന്നേ ഞാൻ നമ്മൾ നേരത്തെ വേവാൻ വെച്ച നെല്ലിക്കയില് ഇച്ചിരി വെള്ളം ചേർത്തായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ അത് കരിഞ്ഞു പോവാനും ഇല്ലാണ്ടായി പോകും. അപ്പൊ അതെ മിക്സി ഇവിടെ കുത്തുക, സാധനം ഇവിടെ വെക്കുക, അരച്ചങ്ങ് എടുക്കുക. നമ്മളിങ്ങനെ നല്ല സെറ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഉറ്റിയതൊക്കെ നമുക്ക് തുടക്കണം ഗൈസ്. അപ്പൊ നമുക്ക് ഒരു റൗണ്ട് കൂടെ അരച്ച് നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ സാധനം നല്ല വെന്ത് നല്ല സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ഏതൊക്കെ പൊടിയാ ചിഞ്ചാര നമ്മൾ ചേർക്കാൻ പോകുന്നേ? മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. ചിഞ്ചാര ഇൻട്രൊഡ്യൂസ് ചെയ്യും. എല്ലാരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും മനസ്സിലാവുണ്ടോ ചിഞ്ചാര എന്ന് പറയുന്നുണ്ട്. ആരായി ചിഞ്ചാരാന്ന് ചോദിക്കുന്നുണ്ടാവും. പറഞ്ഞു കൊടുക്ക ചിഞ്ചാര ആരെയാണ്? ചിഞ്ചാര ആരാ? മാമീന്റെ ആരാ ചിഞ്ചാര? മാമിയുടെ ചേച്ചിയുടെ കൊച്ചാണ് ഞാൻ. അതെ, അപ്പൊ നമ്മളിതാ എല്ലാ പൊടികളും നമ്മള് ഇതിലോട്ട് ഇങ്ങനെ ചേർക്കാണ്. നമ്മൾ വീണ്ടും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ചിഞ്ചാര? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് മാമീനെ സപ്പോർട്ട് ചെയ്യാം. അതെ, ഇനി ചിഞ്ചാരയുടെ ഒരുപാട് കോമഡി വീഡിയോസ് ഒക്കെ വരാനുണ്ട്. ചിഞ്ചാര ഡെയിലി വ്ലോഗ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അടിക്കുക. കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതാ എങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്കയും കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കൂ ഗൈസ്, ഇത് കണ്ടോ? അതെ, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പുറത്തെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാം ഗൈസ്. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കും ഗൈസ്. ഇത് അങ്ങോട്ട് ഇങ്ങനെ ഇളക്കി മാറ്റി വെക്കണം നമുക്ക്, അല്ലേ ചിഞ്ചാരെ?
മാമി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പൊളിയാണ്. യെസ് ഗൈസ്, പൊളി മാമിയാണ് ചിഞ്ചാർക്ക് കിട്ടിയിരിക്കുന്നത്. യോയോ മാമി അല്ലേ അല്ലേ? ഇനി നമ്മൾ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പഴംപൊരികളൊക്കെ ഉണ്ടാക്കി തരുവേ. സ്കൂള് വിട്ട് വന്നാട് ഇങ്ങനെ ഉണ്ടാക്കി തരും, ഓരോന്നും ഉണ്ടാക്കി തരും. അപ്പൊ നമ്മൾ ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ നെല്ലിക്ക മത്തിക്കറി ഇതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങ അരക്കാതെ മുളക് ഇട്ടിട്ട് നെല്ലിക്ക ഇങ്ങനെ വറ്റിച്ചെടുത്ത മത്തിക്കറി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വെറൈറ്റി പിടിക്കാന്ന് കരുതി. സോ ഞാൻ എന്റേതായ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിനെ കുറ്റം പറയരുത്. കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ചിഞ്ചാരെ? ചിഞ്ചാരായിരിക്കും ഇന്നത്തെ എന്റെ ടേസ്റ്റർ അല്ലെ ചിഞ്ചാരെ? ടേസ്റ്റ് നോക്കി എല്ലാവരും പറയുമായിരിക്കും. അപ്പൊ നമുക്കിത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അടച്ചു വെക്കാം. തേങ്ങയൊക്കെ ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഓക്കെ, മാമി ചിഞ്ചാരക്ക് സ്പെഷ്യൽ നെല്ലിക്ക മത്തിക്കറി ഉണ്ടാക്കുകയാണ്. ഇതിപ്പോ നമ്മള് ഫോൺ ചേഞ്ച് ചെയ്തിട്ടോ വീഡിയോ എടുക്കുമ്പോ ഇത്രയും നേരം നമ്മൾ ജിത്തുവിന്റെ ഫോണിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന്റെ ചാർജ് കഴിഞ്ഞ് അത് സ്വിച്ച് ഓഫ് ആയി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്റെ ഫോണിലാണ് ഇപ്പൊ എടുക്കുന്നത്. സോ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. എല്ലാവരും സഹകരിക്കണം ഗൈസ്, സഹകരിക്കണം. പറയൂ പറയൂ. അടുത്തതായി ചിഞ്ചാരിന്റെ ഒരു പാട്ട് കേൾക്കാൻ ഗൈസ്. നമുക്ക് ചിഞ്ചാരിന്റെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് കുക്ക് ചെയ്യാം ഗൈസ്. ചിഞ്ചാരിയുടെ പുതിയ ഹിന്ദി പാട്ടുണ്ട്. അങ്ങ് വാനക്കോട് ചിഞ്ചാരി നിങ്ങൾക്ക് വേണ്ടി പാടും ഗൈസ്. കുഞ്ഞിനെ ഭാവയെ പാടിക്കൊടുക്കൂ, പാടിക്കൊടുക്കൂ. പ്ലീസ് എന്തായാലും പാടിക്കൊടുക്കൂ. ഇത് കേട്ട് ചിഞ്ചാരിയുടെ എല്ലാവർക്കും ഇഷ്ടമാവും ഗൈസ്. കമന്റ് ഇടണം ഗൈസ്. അല്ലേ ചിഞ്ചാരെ? സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതെ നമ്മളിതാ കറിയിലോട്ട് ഇതാ നല്ല പുളി ആഡ് ചെയ്യാൻ പോവാട്ടോ. നമ്മളിതാ പുളി ആഡ് ചെയ്യാൻ പോവാണ്. തേങ്ങയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതും ഒരു ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ച ഈ മത്തി നമ്മൾ അതിലോട്ടേക്ക് ഇടും. എന്നിട്ട് അതും ഒരു തിളച്ചാൽ മാറ്റി വെച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ട് കറി സെറ്റാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ചിഞ്ചാരക്കുട്ടി? യെസ്. അപ്പൊ അതെ നമ്മള് പുളി ഇട്ട് ഇത് തിളച്ച് വരലായി. ഒന്ന് നമ്മൾ ആ പുളിയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കഴുകി വെച്ച് നമ്മുടെ മത്തി ഇടാം. കറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച മത്തി ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അധികം ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഇനി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തിയിൽ ഇങ്ങനെ ഒരുമാതിരി എന്തോ പോലെ ആവും, ഉടഞ്ഞ കണക്കാവും. സോ അതുകൊണ്ട് നമുക്ക് ഇനി അത് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഒരു തള വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കറി ഓഫാക്കി നല്ല 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 മണി 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 പോലെ ചോറിന്റെ കൂടെ കുഴച്ചടിക്കാൻ നല്ല സെറ്റ് ആകും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇനിയും കുറെ റെസിപ്പീസ് ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും
ടാറ്റാ.